ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്നാണെന്നോ, ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ്. പാവയ്ക്ക കൊണ്ടുള്ള ഒരു ഹൽവ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അയ്യേന്ന് തോന്നത്തില്ലേ? ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ആദ്യം നിങ്ങൾക്ക് റെസിപ്പി ഇടുന്നതിന് മുമ്പേ നല്ല അടിപൊളിയായിട്ട് വന്നു. ചെറിയൊരു കമർപ്പ് അത് ഇറക്കുമ്പോൾ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ഒരു ചെറിയ ഇതുണ്ടാവും. പക്ഷെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടാണ്. ഞാൻ കോൺഫ്ലവറും അരിപ്പൊടിയും ഒന്നും അല്ല ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്, റാഗി പൗഡർ. ഇത് ഇവിടെ UK-ല് ഈ കരിമ്പച്ച പാവയ്ക്കായേ കിട്ടത്തുള്ളൂ. നാട്ടിലുള്ളവർക്ക് നല്ല വെളുത്ത പാവയ്ക്കൊക്കെ കിട്ടത്തില്ല. അപ്പോൾ ഒട്ടും കമർപ്പുണ്ടാകത്തില്ല. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. നമുക്ക് റെസിപ്പിയിലേക്ക് പോയേക്കാം. വായോ. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പാവയ്ക്ക ഹൽവയ്ക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നമ്മൾ 200 ഗ്രാം പാവയ്ക്കയാണ്, 2 ചെറിയ പാവയ്ക്കയെ, അത് 200 ഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ 350 ഗ്രാം കരിപ്പെട്ടി ചക്കര. നിങ്ങൾക്ക് ചക്കര കിട്ടാനില്ലെങ്കിൽ ശർക്കര ചേർത്താൽ മതി. ഇത് ഞാൻ നാട്ടിൽ നിന്നും കൊണ്ടുവന്നാണ്. അതുപോലെ 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ, അരമുറി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കോൺഫ്ലവർ അല്ല ഇതിലേക്ക് ചേർക്കുന്നത്, റാഗി പൗഡർ. ഈ കപ്പിന് 1.5 കപ്പ്, അതൊരു 300 ഗ്രാം ഓളം വരുവേ. പിന്നെ കുറച്ച് ഏലക്ക പൗഡർ വേണം. അതിനുവേണ്ടി ഏലക്ക പൊടിക്കാൻ ഞാൻ എടുത്ത് വെച്ചേക്കുവാണ്. നെയ്യ് വേണം. പിന്നെ നമുക്കിപ്പം തുടങ്ങിയേക്കാം. വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ ചക്കരയിലേക്ക് ഇതുപോലെ ഈ കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കാൻ വെക്കാം. ചെറുതായിട്ട് ഈ പാവയ്ക്ക അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം ഈ തേങ്ങാപ്പാലിലൂടെ ഒരു 1/2 കപ്പൂടെ ചേർക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളം ചേർത്താൽ അത് പറ്റി വരാൻ നല്ല ടൈം എടുക്കും. ഇത് ആദ്യം ഒന്ന് നല്ല ലൂസായിട്ട് കലക്കിയെടുക്കണം, കട്ടകളില്ലാതെ. ഈ റാഗി പൗഡർ കലക്കാൻ വേണ്ടി നമ്മൾ ഈ തേങ്ങാപ്പാലും ഇതിൻ്റെ കൂടെ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്താണ് ഒന്ന് കലക്കിയെടുക്കുന്നത്. നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഈ ശർക്കരയല്ലല്ലോ ചക്കര, ഇതങ്ങോട്ട് ഉരുക്കാൻ വേണ്ടി വെക്കാമേ. ആ 1 കപ്പ് പാല് ചേർത്തിട്ട് പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം. അപ്പം മൊത്തത്തിൽ 1.5 കപ്പ് ആ പാലും വെള്ളവും കൂടെ ഉള്ളതിനകത്താണ് ഇത് കലക്കിയെടുക്കുന്നത്. ഒട്ടും കട്ടയില്ലാതെ ഇത് കലക്കിയെടുക്കണേ. അങ്ങനെ ആ 2 പാവയ്ക്കായും നമ്മൾ ഈ ചോപ്പറിനകത്ത് ഇട്ടാണ് ഞാനൊന്ന് അരിഞ്ഞെടുത്തത്. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴേ അതിൽ നിന്ന് ഒത്തിരി ജ്യൂസ് ഇറങ്ങും. അതിപ്പം കൂടുതൽ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഇതിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുത്ത്. ഇതിനകത്തേക്ക് നമ്മളൊരു കുറച്ച് ഒരു ടീസ്പൂണാണ്. ഈ ടീസ്പൂണിന് 1/4 ഭാഗമേ വരുന്നുള്ളൂ, 1/2 ടീസ്പൂൺ പോലും വരുന്നില്ല. ഈ ഉപ്പും കൂടി ഇട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാണ് നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഇവിടെ ഇപ്പം UK നല്ല തണുപ്പായതുകൊണ്ടാണ് ഞാൻ ഈ പ്ലേറ്റിനകത്ത് ബട്ടർ തേച്ച് വെച്ചേക്കുവായി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അവസ്ഥ കണ്ടോ, ഇങ്ങനെ ഇതുപോലെ ഷാഡോ പോലെ നിങ്ങൾക്ക് കാണാം. അത് ഈ തണുപ്പായതുകൊണ്ടാണ്. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. നല്ല അടികട്ടിയുള്ള ഒരു പാനാണ് അടുപ്പിൽ വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 സ്പൂണ് നെയ്യ് ചേർത്ത് ഇടാം. ഈ നെയ്യൊന്ന് മെൽറ്റ് ആവുമ്പോൾ നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പാവയ്ക്കായെ ഇട്ട് കൊടുക്കാമേ. പാവയ്ക്കയുടെ കയ്പ്പ് പോകാൻ വേണ്ടി ചെറു തീയിലിട്ട് ഈ നെയ്ക്കകത്ത് ഈ പാവയ്ക്ക ഒന്ന് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാമേ. അതിന് അടച്ചൊന്നും കൊടുക്കണ്ട, ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. അതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഈ പാവയ്ക്ക നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ശർക്കരപ്പാനിയും അതുപോലെ തന്നെ റാഗി പൗഡർ അത് കലക്കി വെച്ചേക്കുന്നതും കൂടെ അരിച്ചൊഴിച്ചു കൊടുക്കാമേ. ഇപ്പം നല്ല ലിക്വിഡിയായിട്ടായിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഇളക്കി ഒന്ന് കുറുക്കി വരണമേ. അപ്പോൾ ആദ്യം നമ്മൾ ഒത്തിരി അടുപ്പിച്ചങ്ങ് ഇളക്കിയില്ലേലും കുഴപ്പമില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അടുത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് കുറച്ച് സമയം എടുക്കും. അപ്പം ഞാൻ തീയെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ആദ്യം ഞാൻ പാവയ്ക്ക വഴറ്റാൻ 1 സ്പൂണ് ഗീ ഒഴിച്ച് കൊടുത്തേ ഉള്ളൂ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഗീ ചേർത്ത് കൊടുക്കണം. കുറച്ച് കുറുകി വരാൻ തുടങ്ങി. നമുക്കതുകൊണ്ട് 1 സ്പൂണൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇളക്കി കൊടുക്കാമേ. നെയ്യ് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണം.
അപ്പം ഇത് വട്ടം കറങ്ങാൻ തുടങ്ങി. അപ്പം ഇതിനകത്തേക്ക് 1.5 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും 1 സ്പൂണൂടെ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനിയിപ്പം ഒട്ടും കൈ വിടാതെ ഇളക്കണം. അപ്പം ഞാൻ ട്രൈപോഡേ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ വേറെ ആരുമില്ല. അപ്പോൾ ഇടയ്ക്ക് ആ പൊസിഷനിൽ കിട്ടാൻ വേണ്ടി ഞാൻ കയ്യിലെടുത്ത് ഒരു കയ്യിൽ ഞാൻ ഫോൺ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇപ്പം ഏകദേശമായി പാത്രത്തിൽ വട്ടം കറങ്ങാൻ തുടങ്ങി. ഇപ്പം ഞാൻ മൊത്തത്തിൽ 3.5 ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഒരുപാട് നെയ്യ് വേണ്ട. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹലുവ അല്ലേ തയ്യാറാക്കുന്നത്. ഇനി കുറച്ചു നേരം കൂടെ ഒന്ന് ഇരുന്നാൽ മതിയേ. പാത്രത്തിൽ നിന്ന് വട്ടം കറങ്ങാൻ തുടങ്ങി. ഞാനൊരു കുറച്ചുകൂടെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തേ. ഏലക്കാപ്പൊടിയുടെ ആ രുചി നല്ല ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇത് റാഗിയല്ലേ ചേർത്ത്, അതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം കണ്ടോ നല്ല പാത്രത്തിൽ കൂടെ ഓടി നടക്കുവാണ്. അതുപോലെ ഇനിയിപ്പോൾ ഏകദേശം ആയി. തീ ഓഫ് ചെയ്യാറായേ. തീ ഓഫ് ചെയ്തു. അരമണിക്കൂറിൽ താഴെ എടുത്തുള്ളേ ഇതൊന്ന് ആയി വരാൻ വേണ്ടി. ഇനി നമ്മൾ വെണ്ണ പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇതിട്ട് ഒന്ന് അമക്കി കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് കാഷ്യൂനട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പാത്രത്തിലേക്ക് എടുത്ത്, ഒരുപാട് കട്ടിയിലല്ല ഞാൻ എടുത്തത്. അപ്പം 2 പാത്രത്തിൽ എടുക്കാനുണ്ട്. ഇനി ഞാനൊന്ന് ആ സ്പൂൺ വെച്ച് തന്നെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 24 hours കഴിഞ്ഞാണ് ഞാൻ ഈ ഹൽവ രണ്ടും ഡീമോൾഡ് ചെയ്തത്. അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് നിങ്ങളെ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. നല്ല നമ്മുടെ സാധാ ബ്ലാക്ക് ഹൽവയുടെ ഒക്കെ ഒരു ടെസ്റ്ററാണ്. അപ്പം 2 പ്ലേറ്റിലായിട്ടാണല്ലോ ഞാൻ ഇട്ടത്. ഇത് ഞാൻ ഒരു പീസ് എടുത്ത് ഓൾറെഡി നോക്കിയായിരുന്നു. എന്നിട്ട് ഇത് പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയാ കുറച്ച് നാളത്തേക്ക്. നല്ല നമ്മളന്ന് ഇത് ചവച്ച് കഴിഞ്ഞ് ഇറക്കുമ്പോൾ ഒരു ചെറിയൊരു കമർപ്പ്. പക്ഷെ ആർക്കും ഇത് പാവയ്ക്കാന്ന് നമ്മൾ പറയാതെ അറിയത്തില്ല. അപ്പം ഡയബറ്റിക് ആയിട്ട് ഉള്ളവർക്കൊക്കെ നമ്മുടെ സാധാ ഹൽവ വാങ്ങിച്ച് കഴിക്കാനൊക്കെ ഭയങ്കര പേടിയാ, അവരുടെ ബ്ലഡ് ഷുഗർ ഹൈ ആകുമോന്ന്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിത് സമർപ്പിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. വെരി ഹെൽത്തി ആയത്. കാരണം ഇതിനകത്ത് ചക്കരയാണ് ഞാൻ ചേർത്തത്. അതുപോലെ തന്നെ റാഗി പൗഡറാ, കോൺഫ്ലവറോ അരിപ്പൊടിയോ ഒന്നും അല്ല. റാഗി പൗഡറും നെയ്യ് ചേർത്തു. അതുപോലെ തന്നെ പാവയ്ക്ക. അപ്പം നമ്മുടെ സാധാ ഹൽവ തിന്നുന്ന പോലെ ഒരു ചെറിയ കയ്പെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ കമർപ്പ്, ലൈറ്റായിട്ട്. ബട്ട് അതൊരു ടേസ്റ്റി കമർപ്പാണ്. അപ്പം ഈ റെസിപ്പി വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അതുകൊണ്ട് ഇത് നല്ല ഒരു ടെസ്റ്ററിൽ എനിക്ക് കിട്ടിയോണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഫേസ്ബുക്കും യൂട്യൂബ് ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്. താങ്ക് യു ഓൾ. ബൈ നൗ.